എല്ലാ കൂട്ടുകാർക്കും മാൻഡോഡൻ ചാനലിലേക്ക് സ്വാഗതം. രസകരമായതും ലളിതവുമായതുമായ 5 ഗെയിംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം വരുന്ന ബെൽ സിംബൽ മറക്കാതെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ ഗെയിമാണ് ഫൈൻഡ് എ വേ. നമുക്ക് ഗെയിമിനെ പരിചയപ്പെടാം. സിമ്പിൾ ആയ ഒരു ഗെയിം തന്നെയാണ്, എന്നാൽ അതിനുപരി ഡിഫിക്കൽട്ടുമാണ്. നമുക്ക് ഒന്ന് ഗെയിം നോക്കാം. 2 ഡോട്ടുകൾ നിങ്ങൾ കാണും, അത് ടച്ച് ചെയ്യിപ്പിക്കൽ മാത്രമാണ് ഗെയിം. ഓരോ സ്റ്റേജ് കഴിയും തോറും ഗെയിം ഡിഫിക്കൽട്ടായും വരും. തുടക്കത്തിൽ ലളിതമാണെങ്കിൽ കൂടി പിന്നീട് ഇത് ബുദ്ധിമുട്ടായി വരുന്നതാണ്. ഓരോ സ്റ്റേജ് കഴിയുന്തോറും നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഗെയിമിലുണ്ട്. രണ്ടാമത്തെ ഗെയിമാണ് സ്ക്വയർ ഡാൻസ്. നേരത്തെ കളിച്ച ഗെയിം പോലെ തന്നെ ഉള്ളൊരു ഗെയിം തന്നെയാണ് ഇത്. ഏകദേശം സെയിം പോലെ നമുക്ക് തോന്നും, എങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിലും തുടക്കത്തിൽ വളരെ സിമ്പിളായി നമുക്ക് കളിക്കാൻ പറ്റും. പിന്നീടുള്ള സ്റ്റേജുകളാണ് ബുദ്ധിമുട്ട് വരിക. നമുക്ക് ഗെയിം ഒന്ന് നോക്കാം. നേരത്തെ കളിച്ച അതേപോലത്തെ ഗെയിം തന്നെയാണ്, പക്ഷേ ഇതിനൊരു ബോർഡർ ഉണ്ടായിരിക്കും. അതിനുള്ളിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് കളിക്കേണ്ടത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്ന്. മൂന്നാമത്തെ സ്റ്റേജ് കളിക്കുകയാണ്. ഓരോ സ്റ്റേജ് കഴിയും തോറും മുകളിലെ ബോർഡറിന്റെ ഡിസൈൻ മാറുകയും കളി ഡിഫിക്കൽട്ടായി വരികയും ചെയ്യുന്നതാണ്. അടുത്ത ഗെയിമാണ് സിമിട്ര. ഇത് ഒരു റിഫ്ലക്ഷൻ ഗെയിമാണ്. നമുക്ക് ഗെയിം എങ്ങനെ കളിക്കാമെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഒരു സ്റ്റേജ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റേജായാണ് മുന്നോട്ട് പോവുക. ഫസ്റ്റ് സ്റ്റേജ് കളിക്കാം. മുകളിൽ കാണുന്നതിൻ്റെ ഓപ്പോസിറ്റ് റിഫ്ലക്ഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് 2 കോളമായിരിക്കും കിട്ടുക. മുകളിൽ കാണുന്ന ഡോട്ടുകൾ അതേപോലെ റിഫ്ലക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതും തുടക്കത്തിൽ വളരെ സിമ്പിളായിരിക്കും. ഓരോ സ്റ്റേജ് കഴിയുന്തോറും ഗെയിംസിൻ്റെ ഡിഫിക്കൽട്ടി കൂടി വരും. അടുത്ത ഗെയിമാണ് ബ്ലാക്ക് ബ്ലൂ. ഒരു ഡിഫിക്കൽട്ടി നിറഞ്ഞ ഗെയിം തന്നെയാണ്. മുകളിൽ ഒരു ഐക്കൺ നമുക്ക് കാണാം.
അതുപോലെ തന്നെ നമ്മൾ അടിയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ഗെയിം. ബ്ലാക്കും ബ്ലൂവും ജോയിന്റ് ചെയ്ത് ആണ് ഇത് കളിക്കേണ്ടത്. നമുക്ക് എന്താണ് കളിക്കേണ്ടത്, എന്താണ് ഡ്രോ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുകളിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ താഴെ ഡ്രോ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത ഗെയിമാണ് മാച്ച് 22. ഉള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ഗെയിം തന്നെയാണിത്. നമുക്ക് കാണുന്ന 2 1 3 കോളങ്ങളാണ് നമുക്ക് കിട്ടുക. അത് ഒന്നിനോട് സാമ്യമുള്ളത് മാച്ച് ചെയ്യുകയാണ് ഈ ഗെയിമിൻ്റെ പ്രധാന കളി. നമുക്ക് കാണുന്നതിനോട് സാമ്യമുള്ള മറ്റൊന്ന് നമ്മൾ സ്വന്തമായി റൊട്ടേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ഗെയിം. എല്ലാ ഗെയിംസിൻ്റെയും ഡൗൺലോഡിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നന്ദി.